ലോകമെമ്പാടും ആരാധകരുള്ള ബോളിവുഡ് നടനാണ് ആമിർ ഖാൻ. അഭിനയത്തിലെ വ്യത്യസ്തത കൊണ്ടും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലുമൊക്കെ എല്ലായ്പ്പോഴും വേറിട്ട് നിൽക്കാറുണ്ട് താരം. മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് ആമിർ ഖാനെ വിളിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് താരത്തിന്റെ ഈ പേര് എന്നും നിലനിൽക്കുന്നതും. ഇന്നോളം ഇറങ്ങിയ ഇന്ത്യൻ സിനിമയിലെ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയെടുത്താൽ മുൻപന്തിയിൽ തന്നെ ആമിർ ഖാൻ സിനിമകൾ ഉണ്ടാകും. നമുക്കറിയാം, ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ആമിർ ഖാൻ നായകനായ ദംഗലാണ്. 2016 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം 2024 കോടിക്ക് മുകളിലാണ്. അന്ന് മുതലേ താരത്തിന്റെ പ്രതിഫലവും ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ സിനിമ വിജയിച്ചാൽ മാത്രമേ പ്രതിഫലം കൈപ്പറ്റുകയുള്ളൂ എന്ന താരം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഘടനകൾ തമ്മിൽ തർക്കം മുറുകുന്ന സമയത്താണ് ഈ വാർത്ത ചർച്ചയാകുന്നത്. 200 കോടി രൂപ മുടക്കി സിനിമയെടുക്കുമ്പോൾ അതിൽ വലിയൊരു ഭാഗം അഭിനേതാക്കളുടെ പ്രതിഫലമായിരിക്കും. സിനിമ പരാജയപ്പെട്ടാൽ ചെലവ് തിരിച്ചുപിടിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് സിനിമയിൽ ഫിക്സഡ് നിരക്കില്ലെന്നാണ് ആമിർ ഖാൻ പറയുന്നത്. എന്റെ ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ ചെലവ് 10 മുതൽ 15 കോടിക്കിടയിലാകും. അത് എളുപ്പത്തിൽ തിരിച്ചുപിടിക്കാനാകും. ഒരു സിനിമയുടെ അടിസ്ഥാന ചെലവുകൾ മറികടക്കാൻ 20 മുതൽ 30 കോടി രൂപ നേടണം. 200 കോടി രൂപയാണ് സിനിമയുടെ ചെലവെങ്കിൽ അതിൽ വലിയൊരു ഭാഗം താരങ്ങളുടെ പ്രതിഫലമാകും. സിനിമ പരാജയപ്പെട്ടാൽ അതിന്റെ ചെലവ് എങ്ങനെ തിരിച്ചുപിടിക്കുമെന്നും താരം ചോദിച്ചു. എന്തായാലും സിനിമയ്ക്കായി ഫിക്സഡ് നിരക്കില്ല എന്നും താരം പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ഇതാണ് രീതി. സിനിമ നന്നായാൽ അതിൽ നിന്ന് എനിക്കും ലഭിക്കും ലാഭം, അല്ലെങ്കിൽ എനിക്കും വരുമാനമില്ല. പെർഫോമൻസുകളിൽ നിന്നും സമ്പാദിക്കുന്നതിനുള്ള ഏറ്റവും പഴയ സമ്പ്രദായങ്ങളിൽ ഒന്നാണിത്. യൂറോപ്പിൽ ഇത്തരം രീതികൾ ഇപ്പോഴുമുണ്ടെന്നും ആമിർ ഖാൻ ചൂണ്ടിക്കാട്ടി. എന്തായാലും താരത്തിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതികരണം വലിയ ചർച്ച തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.